ഇത് ഇപ്പൊ പൊട്ടും, അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. മിഥുനം എന്ന സിനിമയിലെ നെടുമുടി വേണു അവതരിപ്പിച്ച കഥാപാത്രം പറയുന്ന പോലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജൽപ്പനങ്ങൾ. ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കാൻ നോക്കുക, അത് ഫലവത്താകുന്നില്ല എങ്കിൽ വീണ്ടും ഭീഷണിപ്പെടുത്തുക, കീഴടങ്ങാൻ കാലാവധി നൽകുക, അത് പാളിയാൽ കാലാവധി പരമാവധി നീട്ടിക്കൊണ്ടുപോകുക. ഇറാനുമായുള്ള ബന്ധത്തിലും യുദ്ധത്തിലും ട്രംപിന്റെ നിലപാട് ഇതൊക്കെയാണ്. ഇറാന് ഇനി അധിക സമയമില്ല, സർവനാശത്തിന് തയ്യാറാവുക എന്നൊക്കെയായിരുന്നു അവസാനമായി ട്രംപ് നടത്തിയ ഭീഷണി. ഇപ്പോഴിതാ ഇറാനിൽ ഇന്ന് നടത്താൻ പദ്ധതിയിട്ട ബോംബാക്രമണം വേണ്ടെന്ന് വെച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുന്നു. ഗൗരവമായ ചർച്ചകൾ നടക്കുന്നത് പരിഗണിച്ചാണത്രേ ബോംബാക്രമണ തീരുമാനം മാറ്റിയത് എന്നാണ് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ പറയുന്നത്. എന്നാൽ ചർച്ച വിജയിക്കുന്നില്ല എങ്കിൽ ഇറാനെതിരെ കനത്ത ആക്രമണം നടത്താൻ തയ്യാറായി നിൽക്കാൻ സൈന്യത്തിന് ഉത്തരവ് നൽകിയിട്ടുണ്ട് എന്നും പറയുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ട്രംപിന്റെ തീരുമാനമെന്ന് റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ അതിനെ എതിർത്ത ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന ചെവിക്കൊള്ളാത്ത ട്രംപ് ഇപ്പോൾ ആ ന്യായം പറയുന്നത് സ്വന്തം കൈ പൊള്ളിയതുകൊണ്ടാണ് എന്ന വിലയിരുത്തലുമുണ്ട്. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള ഉപരോധം തൽക്കാലത്തേക്ക് നീക്കാൻ US സന്നദ്ധത അറിയിച്ചതായി ഇറാനിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. സമാധാന ചർച്ചകൾ നടക്കുന്ന കാലമത്രയും ഉപരോധ ഇളവ് അനുവദിക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് വിശ്വസിക്കാമെങ്കിൽ ഇറാനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ ആദ്യമായാണ് ഉപരോധ ഇളവ് US സമ്മതിച്ചത്. പക്ഷേ റിപ്പോർട്ടിന് സ്ഥിരീകരണമില്ല. ഇതിനിടെ ചരക്ക് നീക്കം സ്തംഭിച്ച് കടലിലുള്ള കപ്പലുകളിലെ റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധം നീക്കിയ മുൻ അനുമതിയുടെ കാലാവധി 30 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട് ട്രംപ് ഭരണകൂടം. ശനിയാഴ്ച വരെയാണ് അനുമതി ഉണ്ടായിരുന്നത്. കടുത്ത ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങൾക്ക് ആശ്വാസമായാണ് നടപടി എന്നാണ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറയുന്നത്. ലോകം ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ തുടങ്ങിയിട്ട് 2 മാസത്തിലേറെയായി. അപ്പോഴൊന്നും പ്രഖ്യാപിക്കാത്ത ഇളവുകൾ ഇപ്പോൾ നൽകാൻ എന്ത് മാറ്റമാണ് സംഘർഷാവസ്ഥയിൽ ഉണ്ടായത് എന്നാണ് പലരും ചോദിക്കുന്നത്. വെടിനിർത്തലും യുദ്ധഭീതിയും തുടരുന്നതിനിടെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ തുടരും. US-ഉമായുള്ള വ്യാപാര കരാറിന്റെ പേരിലുള്ള നിയന്ത്രണങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് തടസ്സമാണ് എന്ന റിപ്പോർട്ടുകളോടാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ പ്രതികരണം. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് US ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ സാഹചര്യത്തിലായിരുന്നു ഇളവ് ചെയ്തിരുന്നത്. ഇതിന്റെ കാലാവധിയാണ് ഇക്കഴിഞ്ഞ 16-ന് അവസാനിച്ചത്. US-ഉമായുള്ള വ്യാപാര കരാർ നിലവിൽ വരുന്നതിന് മുൻപും ശേഷവും ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട് എന്നും അത് തുടരുമെന്നും മന്ത്രാലയം പറയുന്നു. രാജ്യത്ത് ക്രൂഡ് ഓയിൽ ലഭ്യതക്കുറവ് വന്നിട്ടില്ല എന്നും പ്രതിസന്ധി ഇല്ല എന്നുമാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ വിശദീകരണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ രാസവളത്തിന് ആഗോളതലത്തിൽ വൻ വില വർധനവ് ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇന്ത്യയിലെ കർഷകരെ ബാധിക്കില്ല എന്ന് കേന്ദ്ര സർക്കാരും പറയുന്നുണ്ട്. ഇറക്കുമതി ചെയ്യുന്നത് കൂടിയ വിലയ്ക്കാണ് എങ്കിലും ചില്ലറ വിൽപ്പന വിലയിൽ 1 രൂപയുടെ പോലും വർധനവ് ഉണ്ടാകില്ല എന്നും വളം മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. യൂറിയയുടെ വില ആഗോള വിപണിയിൽ ചാക്കിന് അതായത് 45 കിലോയ്ക്ക് 4000 രൂപ കടന്നിട്ടും സബ്സിഡി നൽകി 267 രൂപയ്ക്ക് കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് യൂറിയ ഉൾപ്പെടെ വളങ്ങളും വളം നിർമ്മാണത്തിന് ആവശ്യമായ രാസവസ്തുക്കളും ഹോർമൂസ് കടലിടുക്ക് വഴി കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഇതേ തുടർന്നാണ് ആഗോളതലത്തിൽ രാസവളത്തിന്റെ വില കുത്തനെ കൂടിയത്. അതിനിടെ ഇറാൻ വിഷയത്തിൽ റഷ്യയും ചൈനയും ഒന്നിക്കുന്നു എന്ന പ്രതീതി ഉളവാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനയിലെത്തുന്നു. നാളെ പുടിൻ ചൈനീസ് തലസ്ഥാനമായ ബീജിംഗിലെത്തും. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ട്രംപ് ചൈനയിലെത്തിയത്. ഇറാൻ യുദ്ധമായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. പുടിനും ഇക്കാര്യം തന്നെയാവും ചർച്ച ചെയ്യുക. ഇറാൻ വിഷയത്തിൽ പൊതുനിലപാട് സ്വീകരിക്കുന്ന കാര്യം പുടിനും ഷീ ജിൻപിങ്ങും ചർച്ച ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇരു രാജ്യങ്ങൾക്കും ഇറാനുമായി നല്ല ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇരുവർക്കും താല്പര്യമുള്ള വിവിധ വിഷയങ്ങൾ മുന്നിൽ നിർത്തിയുള്ള സന്ദർശനമായി പുടിന്റെ വരവിനെ കാണണം. ഇറാൻ യുദ്ധം ആഗോള എണ്ണ വിതരണത്തെ ബാധിച്ചത് ഉക്രൈൻ യുദ്ധത്തിൽ നിന്ന് അമേരിക്ക വിട്ടുനിൽക്കുന്നത് ട്രംപിന്റെ അമേരിക്കയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ആലോചനകൾ US ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടാനാവുമോ എന്ന ചർച്ചകൾ എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ മുന്നിലുണ്ട്. സ്വന്തമായി തുടങ്ങിയ യുദ്ധങ്ങളിൽ പെട്ടുകിടക്കുന്ന അമേരിക്കയും റഷ്യയും തങ്ങളെ കാണാൻ വരുന്നു എന്നത് നേട്ടമായാണ് ചൈന കാണുന്നത്. ഉത്തരവാദിത്വമുള്ള ആഗോള നേതാവായി സ്വയം ഉയർത്തിക്കാട്ടാനുള്ള അവസരമായാണ് ചൈന ഇത് ഉപയോഗിക്കുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ 2 പതിറ്റാണ്ടിലധികം നീണ്ട ഭരണകാലയളവിൽ 25 പ്രാവശ്യമായി പുടിൻ സന്ദർശനം നടത്തുന്നുണ്ട്.
ഇറാനിലെ സംഘർഷം റഷ്യയേക്കാൾ ചൈനയ്ക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഉപരോധത്താൽ നട്ടം തിരിഞ്ഞ ഇറാന് സഹായകമായത് ചൈനയാണ്. ഇറാനിൽ നിന്ന് വളരെ വിലക്കുറവിൽ അവർ വലിയ തോതിൽ എണ്ണ വാങ്ങിയിരുന്നു. ഇറാൻ അസംസ്കൃത എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവാണ് ചൈന. പക്ഷേ യുദ്ധം ആരംഭിച്ചതോടെ എണ്ണ വാങ്ങൽ ദുഷ്കരമായി. ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ എന്നിട്ടും ചൈന തയ്യാറായിട്ടില്ല. എന്നാൽ സൈനികമായി ഇറാനെ സഹായിക്കുന്നുണ്ട് താനും. ഇറാനിലേക്ക് ആയുധങ്ങൾ എത്തിക്കാൻ ചൈന തയ്യാറെടുക്കുകയാണ് എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ആരോപണം ചൈന നിഷേധിച്ചു. റഷ്യയും യുദ്ധത്തിൽ ഇറാനെ സഹായിക്കുന്നുണ്ട്. സംഘർഷം ആരംഭിച്ച സമയത്ത് US സൈനികരുടെയും അവരുടെ വിന്യാസങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ റഷ്യ ഇറാന് നൽകിയിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ചൈനയും റഷ്യയും ചർച്ചകളിൽ നേതൃസ്ഥാനത്തുണ്ടാവണമെന്ന് നേരത്തെ ഇറാൻ താൽപര്യം പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. അതിനാൽ ഇരു രാജ്യങ്ങളുടെയും ചർച്ചകളിലെ പ്രധാന വിഷയം ഇറാനാകും. ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചൈനയുമായി പൊതുധാരണയിലെത്താൻ ട്രംപ് ശ്രമിച്ചിരുന്നു. ഇറാന് ആണവായുധം ഉണ്ടാകരുത്, ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കണം എന്നീ ആവശ്യങ്ങളിൽ ഇരു നേതാക്കളും യോജിച്ചതായി വൈറ്റ് ഹൌസ് പ്രസ്താവന ഇറക്കിയിരുന്നു. അതേസമയം തായ്വാൻ വിഷയത്തിൽ അമേരിക്കയ്ക്ക് ചൈന നൽകിയ മുന്നറിയിപ്പിനെ കുറിച്ച് വൈറ്റ് ഹൌസ് രേഖയിൽ പരാമർശമില്ല. US-ഉം ചൈനയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധം ശക്തിപ്പെടുത്താനും ഇറാൻ പ്രതിസന്ധിയിൽ ഒരുമിച്ച് നീങ്ങാനും ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായുള്ള ഫാക്ട് ഷീറ്റാണ് വൈറ്റ് ഹൌസ് പുറത്തുവിട്ടത്. തായ്വാനിൽ ഇടപെടരുത് എന്ന ചൈനയുടെ മുന്നറിയിപ്പിനെ കുറിച്ചോ തായ്വാനെ കുറിച്ചോ പോലും ഒന്നും മിണ്ടിയിട്ടില്ല. ഇറാന് ആണവായുധം നിർമ്മിക്കാൻ അവകാശമില്ല എന്നും ഹോർമൂസ് കടലെടുക്ക് തുറക്കണമെന്നും അവിടെ ചുങ്കം പിരിക്കാൻ ഒരു രാജ്യത്തെയും അനുവദിക്കില്ല എന്നുമുള്ള നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തര കൊറിയയുടെ ആണവ നിരായുധീകരണത്തിന് ഒന്നിച്ചു പ്രവർത്തിക്കും. US ചൈന ബോർഡ് ഓഫ് ട്രേഡ്, US ചൈന ബോർഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നിവ നിലവിൽ വരും. പ്രതിവർഷം $1630 കോടി കാർഷിക ഉൽപ്പന്നങ്ങൾ ചൈന US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യും. അപൂർവ ലോഹങ്ങളുടെയും മൂലകങ്ങളുടെയും US-ലേക്കുള്ള കയറ്റുമതി തടസ്സപ്പെടാതിരിക്കാൻ ചൈന നടപടിയെടുക്കും തുടങ്ങിയവയാണ് രേഖയിലുള്ളത്. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വധിക്കുന്നവർക്ക് പാരിതോഷികം നൽകുന്ന പദ്ധതിയുമായി ഇറാൻ രംഗത്ത് വന്നിട്ടുമുണ്ട്. ഇരുവരെയും വധിക്കുന്നവർക്ക് $58 ദശലക്ഷം, അതായത് ഏകദേശം 558.73 കോടി രൂപ പാരിതോഷികം കിട്ടും. ഇതിനുള്ള ബിൽ ഇറാൻ പാർലമെന്റിന്റെ പരിഗണനയിലാണ് എന്ന് ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ പോളിസി കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം അസീസി പറഞ്ഞതായി ടെലഗ്രാഫ് UK റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 28-ന് ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനിയെ കൊലപ്പെടുത്തിയതിൽ ട്രംപ്, നെതന്യാഹു, US സെൻട്രൽ കമാൻഡിലെ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ എന്നിവർക്ക് പങ്കുണ്ട്. ഖമനയി കൊല്ലപ്പെടാൻ ഇടയായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം മൂവർക്കുമാണ് എന്നും അവരും ഏറ്റുമുട്ടൽ നേരിടേണ്ടി വരുമെന്നും അസീസി പറയുന്നു. ചൂതാട്ടക്കാരനായ ട്രംപിനെയും കുട്ടികളെ കൊല്ലുന്ന നെതന്യാഹുവിനെയും നരകത്തിലേക്ക് അയക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നതിനെ കുറിച്ച് ഇറാൻ പാർലമെന്റിൽ ഉടൻ ചർച്ച നടക്കുമെന്ന് ഇറാനിയൻ പാർലമെന്റ് അംഗം മഹ്മൂദ് നബാവിയെ ഉദ്ധരിച്ച് ജൂയിഷ് ക്രോണിക്കിളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനോ അതിന്റെ നേതൃത്വത്തിനോ എതിരായ ഏതൊരു സൈനിക നടപടിയുടെയും പ്രത്യാക്രമണം US-ഉം ഇസ്രായേലും മാത്രമല്ല നേരിടേണ്ടി വരിക, ഇരു രാജ്യങ്ങളുമായും സഖ്യമുണ്ടാക്കുന്ന ഗൾഫ് രാജ്യങ്ങളും നേരിടേണ്ടി വരുമെന്ന് മഹ്മൂദ് നബാവി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.